പാക്ഡ് ജ്യൂസാണോ ഹെൽത്തി? ഫ്രഷ് ജ്യൂസാണോ? പലർക്കും തോന്നുന്നത് പാക്ഡ് ജ്യൂസ് ഡ്രിങ്ക് ചെയ്യുന്നത് ഹെൽത്തി ചോയ്സാണെന്ന്. പക്ഷേ സത്യം കേട്ടാൽ നിങ്ങൾക്ക് സർപ്രൈസ് ആയേക്കാം. സൂപ്പർമാർക്കറ്റിൽ നമ്മൾ ജ്യൂസ് വാങ്ങുമ്പോൾ പാക്കറ്റിൽ വലിയ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കും 100% ഫ്രൂട്ട് ജ്യൂസ്. അത് കണ്ടാൽ നമ്മൾ ചിന്തിക്കുന്നത് ഇത് ഫ്രഷ് ഫ്രൂട്ട് പോലെ തന്നെ ഹെൽത്തിയാണെന്ന്. പക്ഷേ റിയാലിറ്റി അല്പം ഡിഫറന്റ് ആണ്. പല പാക്ഡ് ജ്യൂസസിൽ ഫ്രൂട്ട് കോൺസെൻട്രേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഫ്രൂട്ട് ആദ്യം പ്രോസസ് ചെയ്ത് അതിനുള്ള വാട്ടർ റിമൂവ് ചെയ്യുന്നു. പിന്നീട് ഫാക്ടറിയിൽ വീണ്ടും വാട്ടർ ആഡ് ചെയ്ത് ജ്യൂസായി പാക്ക് ചെയ്യുന്നു. അതിനു പുറമെ ചില ബ്രാൻഡ്സിൽ ഷുഗർ ഫ്ലേവറിംഗ്സും പ്രിസർവേറ്റീവ്സ് എന്നിവയും ഉണ്ടാകാം. അതുകൊണ്ട് ഇത് ഫ്രഷ് ഫ്രൂട്ട് പോലെ നാച്ചുറൽ അല്ല. ഇപ്പോൾ ഫ്രഷ് ജ്യൂസ് നോക്കാം. ഒരു ഫ്രൂട്ട് കട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ പ്രിസർവേറ്റീവ്സ് ഒന്നും വേണ്ടതില്ല. അതിനാൽ വിറ്റമിൻസ്, മിനറൽസ്, നാച്ചുറൽ ഫ്ലേവർ ഇവ കൂടുതലായി കിട്ടും. അതുകൊണ്ട് ഫ്രഷ് ജ്യൂസ് പാക്ഡ് ജ്യൂസ് നെക്കാൾ ബെറ്ററാണ്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ്. ഫ്രഷ് ജ്യൂസ് പോലും ലിമിറ്റില്ലാതെ കുടിച്ചാൽ അത് ഹെൽത്തിയല്ല. കാരണം ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഫ്രൂട്ടിലെ ഫൈബർ കുറയും. പക്ഷേ ഷുഗർ മുഴുവനും ജ്യൂസിൽ തന്നെ ഉണ്ടാകും. അതിനാൽ എക്സ്പെർട്സ് പറയുന്നത് ജ്യൂസ് ഡ്രിങ്ക് ചെയ്യുന്നതിനേക്കാൾ ഹോൾ ഫുഡ് കഴിക്കുന്നതാണ് ഹെൽത്തിയസ്റ്റ് ഓപ്ഷൻ. ഹോൾ ഫുഡിൽ ഫൈബർ, വിറ്റമിൻസ്, നാച്ചുറൽ ന്യൂട്രിയൻസ് എല്ലാം ബാലൻസായി ലഭിക്കും. അതിനാൽ നെക്സ്റ്റ് ടൈം ജ്യൂസ് വാങ്ങുമ്പോൾ ലേബൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.